നമുക്കൊപ്പം കുണ്ട്രയുടെ UDF സ്ഥാനാർത്ഥി ദ ഓൺലി വൺ ആൻഡ് ഓൺലി PC വിശ്വനാഥ്. വെൽക്കം PC വിശ്വനാഥ്. താങ്ക് യു. ഓക്കെ, എന്റെ നാടാ കുണ്ട്ര. അത് ശരി, എന്റെ നാട്ടിലോട്ട് വിളിക്കുന്നു. അപ്പോ PC കുണ്ട്രയുടെ ചരിത്രത്തെ മാറ്റി എഴുതിയ ആളാണ്. ഇക്കുറി വീണ്ടും PC തന്നെയാണ് മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ഡലത്തിലെ MLA-മാരുടെ ജനപ്രിയത ഞങ്ങൾ നേരത്തെ വിശകലനം ചെയ്യായിരുന്നു. ഇക്കുറി ഇരു മുന്നണികൾക്കും വലിയ തടസ്സമാണ്. അതെങ്ങനെയാണ് കുണ്ട്രയിൽ പ്രതിഫലിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാം. നമ്മൾ യാത്ര തുടരുന്നു. ഞാനൊരു വാർത്ത എടുത്ത് തിരിച്ചു വരാം. ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട്. ആ വാർത്ത കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ജെയ്സൺ ചാമോളപ്പിൽ തൃശൂരിൽ തയ്യാറാണ്. ഒരു വാർത്ത കേട്ടിട്ട് വരാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തൃശൂർ കൊടുങ്ങല്ലൂരിലെ സ്പെഷ്യൽ സ്കൂൾ അന്തേവാസിയെ ശ്രീനാഥിന്റെ മരണകാരണം ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഓട്ടിസം ബാധിതനായ ശ്രീനാഥിനെ മർദ്ദിച്ച സ്കൂളിന്റെ കെയർടേക്കർ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മഹേഷ് സ്ഥിരമായി ശ്രീനാഥിനെ വടികൊണ്ട് മർദ്ദിച്ചിരുന്നു എന്നുള്ള വിവരമാണ്. ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കുട്ടിയാണ് ഈ ശ്രീനാഥ് എന്ന കുട്ടിയെ സ്കൂളിന്റെ കെയർടേക്കർ മഹേഷ് മർദ്ദിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജെയ്സനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സന്റെ എങ്ങനെ സാധിച്ചു? പ്രത്യേകിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികളെന്ന് പറയുന്നത് അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് നിർത്തേണ്ടവരാണ്. പെട്ടെന്ന് ദേഷ്യമൊക്കെ ചിലപ്പോൾ ചുറ്റുമുള്ളവർക്ക് വന്നേക്കാം. പക്ഷെ ആ രോഗത്തിന്റെ പ്രത്യേകത ഏതാണ്? ആ അവസ്ഥ അത് എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്? എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ജെയ്സൺ? അരുൺകുമാർ, സ്വാഭാവികമായും ചുറ്റുപാടുള്ള ആളുകളെല്ലാം തന്നെ ഇന്ന് നമ്മോട് പറഞ്ഞത് നിരന്തരമായ മർദ്ദനം അവിടെ നടക്കാറുണ്ട് എന്നതാണ്. ഈ മഹേഷ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി നിരവധി പേരെ, ഇവിടെ അന്തേവാസികളായ ആളുകളെയൊക്കെ മർദ്ദിക്കാറുണ്ട് എന്ന വിവരമാണ് ഇന്ന് പുറത്തു വരുന്നത്. ഏപ്രിൽ 1-ാം തീയതി രാവിലെയാണ് ഈ സ്കൂളിന്റെ മുകളിലത്തെ നിലയിൽ ബോധമറ്റ നിലയിൽ മഹേഷ് കിടക്കുന്നത് കാണുന്നത്. ശ്രീനാഥ് കിടക്കുന്നത് കാണുന്നത്. പിന്നീട് ശ്രീനാഥിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്കും മരിച്ചു എന്ന് വ്യക്തമായി. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോയി. അപ്പോഴാണ് വലിയ തോതിലുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ആ മർദ്ദനത്തിലൂടെ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും തകർന്നു. ആ തകർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി മഹേഷിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നിരന്തരമായ അവിടെ മർദ്ദനം ഒരു സ്ഥിരം പരിപാടിയായിരുന്നു എന്ന് ഇന്ന് രാവിലെ നാട്ടുകാർ നമ്മോട് പറഞ്ഞു. അരുൺകുമാർ, താങ്ക് യു. ജെയ്സൺ ചാമോളപ്പിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.